ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂങ് ദാൽ ഹൽവയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പ് സമയത്തൊക്കെ മൂങ് ദാൽ ഹൽവ അല്ലെങ്കിൽ ഗാജൻ ഹൽവ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നല്ല സിമ്പിളായിട്ട് ആദ്യം ട്രഡീഷണൽ രീതിയിൽ എങ്ങനെ ഹൽവ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതുള്ളൂ. അപ്പം ട്രഡീഷണൽ രീതി നമുക്ക് വേണമെങ്കിൽ അതുപോലെ വേണമെങ്കിൽ ഉണ്ടാക്കാം. എൻ്റെ ചാനലുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ആദ്യം നമുക്കാണെങ്കിൽ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്, 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് 2-3 വെള്ളത്തിൽ കഴുകി ഒരു സ്റ്റേറിനകത്ത് 5 മിനിറ്റത്തേക്ക് വെക്കുക. വെള്ളം എക്സ്ട്രാ ഒക്കെ ഉള്ളതെല്ലാം പോയി കഴിയുമ്പോൾ നമുക്കൊരു പാനിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇന്നത്തെ നെയ്യോ എണ്ണയോ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചുമന്ന് വരുന്നവരെ നമുക്കൊന്ന് ചെയ്തെടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പല്ലിൻ്റെ ഇടയ്ക്ക് വെച്ചൊന്ന് കടിച്ച് നോക്കിയാൽ മതി. രണ്ടായിട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം നമ്മുടെ ചെറുപയർ പരിപ്പ് നമ്മുടെ ഫ്രൈ ആയിട്ടുണ്ടെന്നാൽ. അപ്പോൾ അതായി കഴിയുമ്പോൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി കൊടുക്കാം. തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സി ജാർ ഇട്ട് കൊടുക്കുക. നമുക്ക് റവയൊക്കെ പാകമില്ല, റവയുടെ പാകത്തിനാക്കി പൊടിച്ചെടുക്കണം. ഒത്തിരി ഫൈനായിട്ട് പൊടിക്കല്ലേ, തരിയത്തൂടി വേണം പൊടിച്ചെടുക്കാൻ. നമ്മൾ പുട്ടുപൊടിയും റവയൊക്കെ ഇരിക്കത്തില്ല, അതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതേ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെക്കുക. പാനിനകത്ത് നമുക്ക് നെയ്യ് ഒഴിച്ചെടുക്കണം. ഒരു കപ്പ് ഞാനാണെങ്കിൽ ഗ്രാമിൽ നോക്കുകയാണെങ്കിൽ 250 ഗ്രാമാണ്. അപ്പം കപ്പിൽ നോക്കുകയാണെങ്കിൽ 1 കപ്പാണ് ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ കപ്പിന് നമുക്ക് വേണം 1/2 കപ്പ് നെയ്യ് എടുക്കാനായിട്ട്. എല്ലാം ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കണ്ട, കുറേശ്ശെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇതിന് ക്രഞ്ച് നല്ല കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അതുകൊണ്ട് അത് ഫ്രൈ ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലായിട്ട് വേണമെങ്കിൽ മേളിൽ കൂടെ അല്ലാതെ ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ മൂങ് ദാൽ നമ്മൾ വറുത്ത് വെച്ചേക്കുന്നില്ലേ ചെറുപയർ പരിപ്പ്, അത് നമുക്ക് പൊടിച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്നും കൂടി ചെയ്യണം കേട്ടോ. അത് വറുത്ത് ശരിയായി റെഡിയായി ഇരിക്കുക, പക്ഷേ നമ്മൾ നെയ്യിൽ ഒന്നും കൂടെ ഒന്ന് ആക്കിയെടുക്കണ്ടേ. ഒത്തിരി ഡാർക്കിഷ് ആക്കണ്ട, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ എത്രയും നമ്മൾ എല്ലാ ക്ഷമയത്തോട് വേണം ചെയ്യാനായിട്ട്. എത്രയും ലോ ഫ്ലെയിമിൽ ചെയ്യുന്നു അത്രയും ടേസ്റ്റ് കൂടുതലാണ് കിട്ടുന്നത്. നമുക്കിതെന്ത് ഇതുപോലെ ഒന്ന് ആയി കഴിയുമ്പോൾ നെയ്യൊക്കെ തെളിഞ്ഞ് ഒരു ബ്രൗണിഷ് കളർ ആയി കഴിയുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് കടലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നമുക്ക് റവയും കൂടി ഇട്ട് കൊടുക്കാം. കടലപ്പൊടി ഇട്ട് കൊടുക്കുന്ന ഏത് സാധനം ഉണ്ടാക്കുവാണെങ്കിൽ ഇച്ചിരി കടലപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് കിട്ടുന്നത്. പിന്നെ അത് റവ ആകുമ്പോൾ ഒരു തരി കിട്ടും, അതിന് തരിപ്പ്, അതിന് വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതുപോലെ പതപതയായിട്ട് നല്ല ലൈറ്റായിട്ട് നമുക്ക് കുഴക്കാനൊക്കെ മിക്സ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ വേണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതുപോലെ കയ്യിൽ ഇച്ചിരി വെള്ളം എടുത്ത് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പത പോലെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതായിട്ടുണ്ടെന്നാൽ. അതായി കഴിയുമ്പോൾ 500 ml ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് അത് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ വേണം ഒഴിച്ചെടുത്ത്, തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കല്, ചൂടോടെയുള്ള പാൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ വറ്റി വന്നു കഴിയുമ്പോൾ ഇന്നത്തെ നമുക്ക് 350 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഷുഗറിനകത്തൊന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വറ്റിച്ച് നമുക്ക് എടുക്കണം. അപ്പോൾ അടുക്കി പിടിക്കും, അല്ലെങ്കിൽ പിന്നെ നമുക്കാണെങ്കിൽ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കുമല്ലോ, അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നെ അറിയിക്കും. അഥവാ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം, എന്നാലേ ഇടുന്ന ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേത് കണ്ടോ, ഇത് നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞപ്പോൾ നെയ്യൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്തപ്പം ഇപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ ഒന്നും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ, സുഖമായിരിക്കും. പിന്നെ മേളിൽ കൂടെ എക്സ്ട്രാ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണൊക്കെ. അത് ഒഴിച്ച് കൊടുക്കാൻ നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുമായിട്ട് ഗ്യാസ് ബന്ധാക്കാറായിട്ടില്ല. ഇന്നത്തെ സൈഡിലൊക്കെ നമ്മൾ നെയ്യ് തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സൈഡിൽ നിന്നൊക്കെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, കളർ തന്നെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നെയ്യൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. ഇതുപോലെ അടിക്കുന്നൊക്കെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നന്നായിട്ട് പാൻ വിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ എത്ര സിമ്പിളായിട്ട് നമ്മുടെ മൂങ് ദാൽ ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റി. നല്ല ടേസ്റ്റോട് കൂടി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതിനകത്ത് നെയ്യെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നുപോലെ. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.